ശുഭാൻശു ശുക്ല ഇപ്പോൾ എവിടെയാണ്? കഴിഞ്ഞയാഴ്ച വിജയകരമായ ബഹിരാകാശ ദൗത്യത്തിൽ നിന്ന് തിരിച്ചെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ല വീണ്ടും ഭൂമിയിൽ നടക്കാൻ പഠിക്കുകയാണ്. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? ആക്സിയം 4 ദൗത്യത്തിന്റെ ഭാഗമായി ജൂൺ 25-ന് സ്പേസ് എക്സ് ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ പിറന്ന 4 ക്രൂ അംഗങ്ങളിൽ ഒരാളായ ശുക്ല ഏകദേശം 18 ദിവസം ISS-ൽ ചെലവഴിച്ചതിന് ശേഷം ജൂലൈ 15-നാണ് സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയത്. മൈക്രോഗ്രാവിറ്റിയുടെ പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കുന്നതിനായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പുനരധിവാസ പരിപാടിയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നുപോകുന്നത്. ബഹിരാകാശ യാത്ര ശരീരത്തിലെ ദ്രാവക ചലനം, ഹൃദയമിടിപ്പ്, ബാലൻസ്, പേശികളുടെ ശക്തി എന്നിവയൊക്കെ കാര്യമായി ബാധിക്കുന്നുണ്ട്. ഇത് കാരണം പലപ്പോഴും ബഹിരാകാശ യാത്രികർക്ക് സ്വന്തമായി നിൽക്കാനോ നടക്കാനോ സാധിക്കില്ല. നമ്മുടെ ശരീരം സാധാരണഗതിയിൽ പ്രവർത്തിക്കാൻ ഗുരുത്വാകർഷണത്തെ ആശ്രയിക്കുന്നതിനാലാണ് ഈ സംവേദനം ഉണ്ടാകുന്നത്. ബഹിരാകാശത്തെ ദ്രാവകങ്ങൾ ശരീരത്തിന്റെ മുകൾ ഭാഗത്തേക്ക് നീങ്ങുന്നു. തിരികെ ഗുരുത്വാകർഷണത്തിലേക്ക് എത്തുമ്പോൾ രക്തയോട്ടം കീഴോട്ട് നീങ്ങേണ്ടതായി ഉണ്ട്. ചലനത്തിനും സന്തുലിതാവസ്ഥയ്ക്കും സഹായിക്കുന്ന ആന്തര ചെവിയുടെ ഭാഗം 0 ഗുരുത്വാകർഷണവുമായും ശേഷം സാധാരണ ഗുരുത്വാകർഷണത്തിലോട്ട് മടങ്ങുകയും ചെയ്യുമ്പോൾ ശരീര സിഗ്നലുകൾ ക്രമീകരിക്കാനും പ്രോസസ് ചെയ്യാനും തലച്ചോറിന് കുറച്ച് സമയമെടുക്കും. നഷ്ടപ്പെട്ട പേശികളുടെ ശക്തിയും അസ്ഥികളുടെ സാന്ദ്രതയും പുനർനിർമ്മിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഫിസിക്കൽ തെറാപ്പി സെഷനുകളിലാണ് ഇപ്പോൾ ശുഭാൻശു പങ്കെടുത്തുകൊണ്ട്. 5ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ ഫോളോ ചെയ്യുന്ന IAS അക്കാഡമിയായ എലിക്സിയർ IAS അക്കാഡമിയുടെ IAS ഫൗണ്ടേഷൻ കോഴ്സിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാം. IAS, IPS, NEET, JEE, NDA മുതലായ എല്ലാ മത്സര പരീക്ഷകൾക്കും ഏറ്റവും നല്ല ഫൗണ്ടേഷൻ അടിത്തറ ഒരുക്കിയെടുക്കാം. ജോയിൻ ചെയ്യാനും കൂടുതൽ അറിയാനും ഇപ്പോൾ തന്നെ വിളിക്കൂ.